അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിൻ്റെ പുണ്യപൂർണമായ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മിൽ നിന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും നരകവിമോചനത്തിൻ്റെ ഭാഗ്യം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിനങ്ങളിലൂടെ റമളാനിലെ വ്രതം അനുഷ്ഠിക്കുവാൻ സാധ്യമാകാതെ വരുന്ന ആളുകളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. പ്രായാധിക്യം മൂലവും അതുപോലെ തന്നെ രോഗ കാരണങ്ങളാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭിണികളാകുമ്പോഴും മുലയൂട്ടുമ്പോഴുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളാലുമൊക്കെ വ്രതാനുഷ്ഠാനം അവർ ആ സമയങ്ങളിൽ ഒഴിവാക്കുമ്പോൾ, അതുപോലെ യാത്രക്കാരും, ഇങ്ങനെ എല്ലാവരും നോമ്പ് നോറ്റുവീട്ടുവാൻ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നോറ്റുവീട്ടിയാൽ മതി, അതവർക്ക് അനുവാദമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തീരെ നോമ്പെടുക്കാൻ സാധ്യമാകാത്ത വയോവൃദ്ധരായ ആളുകൾ ഫിദിയ നൽകലല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റ് നിവൃത്തികളില്ലാത്ത അതേ ഗണത്തിൽപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫിദിയ നൽകേണ്ടതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരഗതിക്കുള്ള ആഹാരം ഫിദിയയായി നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇത് സംബന്ധമായ കാര്യം പറഞ്ഞിടത്ത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫിദിയ നൽകേണ്ടത് അത് കാശായിട്ടല്ല നൽകേണ്ടത്. ത്വആമു മിസ്കീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് ഓരോ നാട്ടിലെയും മുഖ്യാഹാരമെന്തോ അതാണ് നൽകേണ്ടത്. ഓരോ നോമ്പിനും പകരമായി ഓരോ മിസ്കീനിന് ഒരു നേരത്തേക്കുള്ള ആഹാരം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു ദിവസത്തേക്കുള്ള നോമ്പിന് ഒരു ദിവസത്തേക്കുള്ള 3 നേര ഭക്ഷണമല്ല, അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ട ധാന്യമല്ല, മറിച്ച് ഓരോ നോമ്പിനും പകരമായി ഒരു നേരത്തെ ആഹാരത്തിനുള്ള ത്വആമു മിസ്കീൻ, അഗതിക്കുള്ള ആഹാരം എന്നാണ്, ഭക്ഷണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, എന്താണ് ഫിദിയയായി നൽകുമ്പോൾ ആ നൽകേണ്ടത്? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഗോതമ്പ്, അതേപോലെ തന്നെ കാരക്ക, ഇതൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരി, അപ്പം ഇതെത്രയാണ് നൽകേണ്ടത്? അങ്ങനെ അരിയായിട്ട് നൽകുമ്പോൾ എത്രയാണ് നൽകേണ്ടത്? പല വീക്ഷണ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് ആ വിഷയത്തിൽ ഉണ്ട്. എല്ലാ വീക്ഷണ വ്യത്യാസത്തിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല. അര സാഴ് അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പോൾ അര സാഴ് എന്ന് പറയുമ്പോൾ 2 മുദ്ദാണ് വരിക. സാധാരണഗതിയിൽ ഇതിന് മുദ്ദു കൊടുക്കുക, നോമ്പിന് പകരം മുദ്ദു കൊടുക്കുക എന്ന പ്രയോഗമാണുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു മുദ്ദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാർ ലോകത്തുണ്ട്. എന്നാൽ നിസ്ഫു സാഴ് എന്നുള്ളതാണ് അതിൽ പ്രബലമായ വീക്ഷണം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള പ്രബലമായ വീക്ഷണം നിസ്ഫു സാ ആണ്. നിസ്ഫു സാഴ് എന്ന് വരുമ്പോൾ
2 മുദ്ദ് വരും. 2 കിലോഗ്രാമിൽ കൂടുതൽ വരും. ഇപ്പം 2,200, 2,500, 3 കിലോഗ്രാം വരെ ഒരു സാഴിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അര സാ ആകുമ്പോൾ ഏകദേശം മാക്സിമം ഒരു 1.5 കിലോ അരി ആണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതിലും താഴെയുള്ള സാഴിൻ്റെ ആ തൂക്ക വ്യത്യാസത്തിനനുസരിച്ച് പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസങ്ങൾ ഇതിൽ നമുക്ക് കാണുവാനും സാധിക്കും. ചിലർ 1.25 കിലോ, 1 കിലോയിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു 1.25 കിലോ, ഇങ്ങനെ 1.5 വരെ. അപ്പോൾ പ്രബലമായി നമുക്കതിൽ സൂക്ഷ്മതക്ക് നല്ലത് ഒരു 1.5 കിലോ ധാന്യം നൽകുക എന്നുള്ളതാണ്. ഇനി സഹോദരന്മാരെ, ഇത് 2 വിധത്തിൽ നമുക്ക് നൽകാം. ഒന്ന്, നമുക്ക് അരിയായിട്ട് നൽകാം. അരിയായിട്ട് നൽകുമ്പോൾ ഇങ്ങനെ ഒരു 1.5 കിലോ, ഒരു നോമ്പിന് ബദലായി 1.5 കിലോ അരി നമ്മൾ നൽകുക, ഒരു മിസ്കീനായ ആൾക്ക് നൽകുക. ഇനി രണ്ടാമത്തെ രൂപം എന്താണ്? ഭക്ഷണമായി നൽകുക എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു, പ്രഗത്ഭനായ സ്വഹാബിയാണ്, നമുക്കറിയാം. ആ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ രേഖപ്പെടുത്തിയത് കാണാം. വഅമ്മ ശൈഖുൽ കബീർ ഇദാ ലം യുത്ഖി സിയാം. വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ഇനി അയാൾക്ക് നോമ്പെടുക്കാമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. ഇദാ ലം യുത്ഖി സിയാം, അദ്ദേഹത്തിന് നോമ്പിന് കഴിയില്ല. അങ്ങനത്തെ ഒരു വയോവൃദ്ധനായ വ്യക്തി, എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വിധി? അതിങ്ങനെ പറയുന്നിടത്ത് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഫഖദ് അത്അമ അനസുൻ, അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം ഭക്ഷിപ്പിക്കുകയുണ്ടായി. ബഅദമാ കബറ ആമൻ ഔ ആമൈനി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നല്ലോണം പ്രായമായിട്ടാണ് മഹാനവറുകൾ വഫാത്തായത്. അങ്ങനെ പ്രായാധിക്യത്തിലെത്തി അദ്ദേഹം അവസാന കാലങ്ങളിൽ 1-2 വർഷം അദ്ദേഹം എന്താണ് ചെയ്തത്? എല്ലാ ദിവസവും കുല്ല യൗമിൻ മിസ്കീനൻ ഖുബ്സൻ വലഹ്മൻ, എല്ലാ ഓരോ നോമ്പിനും പകരമായി ഒരഗതിക്ക് ഖുബ്സും ലഹമും അഥവാ മാംസവും റൊട്ടിയും നൽകുകയുണ്ടായി. വ അഫ്തറ, അങ്ങനെ എന്നിട്ട് മഹാനവറുകൾ നോമ്പ് മുറിച്ചിരുന്നു, അഥവാ അദ്ദേഹം നോമ്പ് എടുത്തിരുന്നില്ല. അപ്പം നോമ്പ് എടുക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ പ്രായാധിക്യത്തിൽ എത്തിയപ്പോൾ മഹാനവറുകൾ ചെയ്തതെന്താണ്? ആ നോമ്പിന്, ഓരോ നോമ്പിനും പകരമായി എന്തു ചെയ്യും? പാവങ്ങളായ ആളുകൾക്ക് പിന്നെ റൊട്ടിയും മാംസവും പാകം ചെയ്തിട്ട് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ഒരു ഫുഡ്, ഒരു ഭക്ഷണം ഭക്ഷിപ്പിക്കുകയായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത് എന്ന് നമുക്ക് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പം ഇതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 30 നോമ്പ് അല്ലെങ്കിൽ എത്ര നോമ്പാണ്, ആ നോമ്പിന് പകരമായി കൊണ്ട് പാവങ്ങളായ ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം, അവർക്ക് നന്നായി വയറ് നിറയാവുന്ന നിലക്ക് ഒരു നേരത്തെ ആഹാരം വിളിച്ചു നൽകാം. അതല്ലെങ്കിൽ അങ്ങനെ 30 പാക്ക് ചെയ്തിട്ട് ആ നോമ്പിന് 30 മിസ്കീന്മാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ കുറേ ആളുകളുണ്ട്, മിസ്കീന്മാരുണ്ട്, പാവപ്പെട്ട ഒരു കുടുംബമാണ്, അവിടെ 5-6 ആളുകളുണ്ട് എങ്കിൽ ഒരു 6 മിസ്കീൻ കണക്കാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാം, അവർക്ക് അങ്ങനെ നൽകാം. ഇവിടെ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിലേക്ക് നമ്മൾ നൽകുമ്പോൾ അവിടെ പ്രായപൂർത്തിയാകാത്ത മക്കളും ഉണ്ടാവുമല്ലോ. അപ്പം മിസ്കീൻ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ഒരു വലിയ മിസ്കീൻ തന്നെ ആയിരിക്കേണ്ടതുണ്ടോ? ചെറിയ കുട്ടികളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ? പറ്റും എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ. അതിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും പണ്ഡിത ലോകത്ത് ഇല്ല. നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ വലാ യുഷ്തറതു ഫീ ഹാദൽ മിസ്കീൻ അൻ യകൂന ബാലിഗ. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു എന്ത്? ഈ മിസ്കീനിന് കൊടുക്കുക, മിസ്കീനിനുള്ള ആഹാരം എന്ന് പറഞ്ഞതിൽ നിബന്ധനയൊന്നുമില്ല. അൻ യകൂന ബാലിഗൻ, ആ മിസ്കീൻ പ്രായപൂർത്തിയായ മിസ്കീൻ ആയിരിക്കണം എന്ന നിബന്ധനയൊന്നുമില്ല. ബൽ യുഅ്തസ് സഗീർ അല്ലദീ യഅകുലു ത്വആം, ഭക്ഷണമൊക്കെ കഴിക്കാവുന്ന പ്രായത്തിലെത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാവുന്ന നിലക്കുള്ള ഒരു തോത് കുട്ടികൾക്കും നൽകാവുന്നതാണ്. ബിത്തിഫാഖിൽ അഇമ്മ, അതിൽ അഇമ്മത്തിനിടയിൽ, പണ്ഡിത ലോകത്ത് ഇമാമിങ്ങൾക്കിടയിൽ കാര്യമായ തർക്കമൊന്നുമില്ല. ഏതാണ്ട് അവരൊക്കെ യോജിച്ചൊരു അഭിപ്രായമാണ്.
ആ വിഷയത്തിലുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് നൽകുമ്പോൾ അവിടെയുള്ള കുട്ടികളെയും നമുക്ക് എണ്ണാൻ പറ്റുമോ എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് അവരെയും കണക്കാക്കാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ധാന്യമായിട്ട് തന്നെയും നൽകുമ്പോൾ അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ആ നിലക്ക് ത്വആമു മിസ്കീൻ എന്നാണല്ലോ പ്രയോഗം. അപ്പോൾ ഭക്ഷണമാകണമെങ്കിൽ നമുക്ക് ഈ അരി കൊടുത്താൽ മാത്രം പോരല്ലോ, അതുകൊണ്ട് ഭക്ഷണം ആവില്ലല്ലോ. ആ ഭക്ഷണം പാകം ചെയ്യുവാൻ ആവശ്യമായ ചേരുവകൾ കൂടി അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് പണ്ഡിതന്മാരെല്ലാം, അധിക പണ്ഡിതന്മാരും അവരുടേതായ പല ഫത്വകളിലും മറുപടികൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു നിർബന്ധമല്ല, എന്നാൽ അങ്ങനെ കൊടുക്കുന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ സൂക്ഷ്മതക്ക് നല്ലത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക, അതിനാവശ്യമായ ചേരുവകൾ, അതിലുള്ള മസാല, മറ്റ് കാര്യങ്ങൾ, അല്പം മാംസം പോലുള്ളതൊക്കെ കൂടി ചേർത്തൊരു കിറ്റാക്കി ആ നിലക്ക് അതിന് കണക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അവർക്കും ഉപകാരപ്രദം, കൂടുതൽ ശ്രേഷ്ഠകരവും ഇത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അതല്ല, അങ്ങനെയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ അരിയാണെങ്കിൽ ഒരു 1.5 കിലോ അരി അങ്ങ് കൊടുത്താലും മതി. അതാണ് നമുക്ക് ആ വിഷയത്തിൽ പണ്ഡിത ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. ഇനി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ഫിദിയ എപ്പോഴാണ് നമ്മൾ നൽകേണ്ടത്? അതായത് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇപ്പോൾ ഈ വിധത്തിൽ നമുക്ക് തീരെ നോമ്പെടുക്കാൻ കഴിയാത്ത വ്യക്തികൾ, അവരുടേതായ രോഗികൾ, രോഗപ്രതീക്ഷ അവർക്കില്ല, അതുപോലെ തന്നെ വയോവൃദ്ധർ, ഇനിയിപ്പോൾ അവർ യൗവനത്തിലേക്ക് തിരിച്ചു വരലൊന്നുമില്ലല്ലോ, അപ്പോൾ അവർക്ക് നോമ്പെടുക്കാൻ അങ്ങനെ കഴിയൂല. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴാണത് കൊടുക്കേണ്ടത്? ആ വിഷയത്തിൽ 2 വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഒന്ന്, ജവാസു തഅജീലി മുത്ലഖൻ ഫീ അവ്വലി ശഹ്രിൽ ഫളീൽ, ശ്രേഷ്ഠകരമായ ഈ റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ മൊത്തം അങ്ങോട്ട് കൊടുക്കാം. റമദാനിൻ്റെ 1 തന്നെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 30 ദിവസത്തേക്കും വേണ്ടത് ആദ്യത്തെ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിന് മുമ്പായിക്കൂടാ, ശഅബാനിൽ കൊടുക്കാൻ പറ്റൂല. വലൈസ ഖബ്ലഹു, അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഒരു 2 ദിവസമൊക്കെ പിന്നെ മുൻകൂട്ടി കൊടുക്കാം, 2 ദിവസമൊക്കെ മുൻകൂട്ടി നമുക്ക് കൊടുക്കാം. അതിലപ്പുറം അങ്ങനെ എന്ത് ചെയ്യരുത്, മുൻകൂട്ടി കൊടുക്കരുത്. ഇതാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇതിൽ ഈ പറയുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവ്വലു ശഹറിലും വസത്തിലും ആഖിറിലും ഒക്കെ നൽകാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിൽ പല പണ്ഡിതന്മാരും പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ അങ്ങനെ 30 നോമ്പുള്ള ഒരാളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ഒരു 10 ദിവസത്തെ കണക്കാക്കിയിട്ട് ആദ്യം കൊടുക്കാം, പിന്നെ 2ാമത്തേന് പിന്നെ കൊടുക്കാം, 3ാമത്തേന് പിന്നെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവസാനം ഒന്നിച്ച് 30 നോമ്പും കഴിഞ്ഞതിന് ശേഷം നൽകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടവിട്ടിട്ട് ഇങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളത് അങ്ങനെയൊക്കെ നൽകാം. ആ വിഷയത്തിൽ അങ്ങനെ ഇന്നപ്പോഴേ കൊടുക്കാവൂ എന്നുള്ളൊരു കാര്യമില്ല. റമദാനിൽ അത് റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷവും ഒക്കെ നമുക്ക് നൽകാവുന്നതാണ്. അതേ അവസരത്തിൽ വരാനിരിക്കുന്നതിന് മുമ്പ് നൽകിക്കൂടാ എന്ന ഒരു വീക്ഷണം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവസാന സമയം റമദാനിൽ തന്നെ നൽകണോ? അതാണ് പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയം. ഇത് നമുക്ക് ഇളവുണ്ടോ, സമയം പിന്തിക്കാവുന്നതാണോ, അതോ റമദാനിൽ തന്നെ കൃത്യമായി പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടുന്ന കാര്യമാണോ? ഇതാണ് പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിലുള്ള വീക്ഷണ വ്യത്യാസം. ഇതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അൽ വഖ്തു അല തറാഖി വലാ യുഹദ്ദു ബി ആഖിരി ശഹ്രി റമദാൻ, റമദാനിൻ്റെ അവസാനത്തിൽ തന്നെ കൊടുക്കണം എന്ന പ്രത്യേകമായൊരു നിബന്ധനയൊന്നും ഈ വിഷയത്തിലില്ല. ഇത് വേണമെങ്കിൽ പിന്തിക്കാവുന്നതാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് ആണ് ഒരാൾക്കിത് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ ശേഷം ഇത് ഫിദിയ, കഴിഞ്ഞ റമദാനിൻ്റെ 30 നോമ്പിൻ്റെ പകരമായിട്ടുള്ള ഫിദിയ എന്ന നിലക്ക് ശേഷം നൽകാവുന്നതാണ്. അതിനവർ പറയുന്ന ന്യായം, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്നാണല്ലോ, സമയം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അതേ അവസരത്തിൽ വേറെ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം അത് പെട്ടെന്ന് തന്നെ
കൊടുത്തു തീർക്കേണ്ടതാണ്, റമദാനിൽ തന്നെ കൊടുത്തു തീർക്കേണ്ടതാണ്, അതങ്ങനെ പിന്തിക്കാൻ പറ്റില്ല എന്ന വീക്ഷണവും പണ്ഡിതന്മാരിലുണ്ട്. അപ്പം ഈ വിഷയത്തിൽ ആധുനികരായ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരിൽ പല പണ്ഡിതന്മാരുടെയും മറുപടി യജൂസു തഖീറുൽ ഫിദിയ അൻ ശഹരി റമദാൻ, റമദാൻ കഴിഞ്ഞിട്ടും കൊടുക്കാവുന്നതാണ്. എന്നാൽ വല്ലഹ്വതു അൻ യജഅലഹാ ഫി ആഖിരി ശഹരി, ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത് റമദാനിൻ്റെ അവസാനത്തിൽ തന്നെയാണ് മുഴുവനാണ് കൊടുക്കലാണ്. എന്നാൽ പിന്തിക്കുന്നതിന് വിരോധമില്ല എന്ന വീക്ഷണമാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ കാശല്ല ഇതിന് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ആൾക്കാരും നോമ്പിൻ്റെ ഫിദിയയുടെ കാശ് എന്ന് പറഞ്ഞിട്ട് കാശായിട്ട് കൊടുക്കാറുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ത്വആമു മിസ്കീൻ എന്ന് പറഞ്ഞതോടുകൂടി അത് ഇങ്ങനെ കാശായി കൊടുക്കുന്ന രീതി അതിന് ശരിയാവുകയില്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേ അവസരത്തിൽ എനിക്കെന്ത് ചെയ്യാം, എൻ്റെ ഫിദിയയുടെ ഞാൻ നൽകേണ്ടുന്ന ധാന്യത്തിൻ്റെ വില കണക്കാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരാളെ ഏൽപ്പിക്കാം. എനിക്ക് വിശ്വസ്തനായ ഒരാളെ എനിക്ക് ഏൽപ്പിക്കാം. ഏൽപ്പിച്ചിട്ട് അയാളോട് എനിക്ക് പറയാമെന്ത്, എൻ്റെ നോമ്പിൻ്റെ ഫിദിയയായിക്കൊണ്ട് നിങ്ങൾ ഇത്ര മിസ്കീന്മാർക്ക് ഇത്ര തോതിൽ ധാന്യം നൽകണം, അതല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണമുണ്ടാക്കി നിങ്ങൾ അവർക്ക് പാകം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് മുൻകൂറായി ഏൽപ്പിക്കാം. പക്ഷെ കിട്ടുന്ന ആളുകൾക്ക് കിട്ടേണ്ടത് ഈ നിലക്ക് ഭക്ഷണമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യാഹാരമായിട്ടുള്ള അതിനുള്ള വക എന്താണോ അതാണ്. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം. പിന്നെ യതീം മക്കൾക്കായിക്കൊണ്ട് നമുക്ക് യതീം ഖാനകളിലേക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇത് നൽകാൻ യതീം ഖാനകളിൽ ആ കുട്ടികൾക്ക് ഭക്ഷണം നൽകുവാൻ വേണ്ടി അത് കൊടുക്കാം. കൊടുക്കുമ്പോൾ നമ്മളത് എവിടെയെങ്കിലുമാണ് കൊടുത്ത് നമ്മുടെ ഉത്തരവാദിത്തം തീർക്കുക എന്നുള്ളതാവരുത്. അതിനർഹതപ്പെട്ട സ്ഥലങ്ങളിൽ അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു മാനേജ്മെൻറ്റും അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളാണെന്ന് നമുക്ക് ഉറപ്പുള്ള ഇടത്തേക്ക് അതിന് വേണ്ട തുക നമുക്ക് നൽകാം. നിങ്ങൾ പാവപ്പെട്ട ഈ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം നൽകണം, അതിനുള്ള തുക അവരെ ഏൽപ്പിച്ച് അങ്ങനെ അവിടെ ഭക്ഷണം നൽകുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാവുന്നതാണ്. അതിന് വിരോധമൊന്നുമില്ല. പിന്നെ ഈ വിഷയത്തിൽ ചോദിക്കാറുള്ള മറ്റൊരു സംശയമാണ്, ഒരു കൊല്ലം നൽകാതെ പിന്തിയാൽ ഫിദിയയുടെ തൂക്കം കൂട്ടേണ്ടി വരുമോ, അഥവാ അളവ് ഇരട്ടിയാകുമോ? അങ്ങനെ ഇല്ല. അങ്ങനെ വൈകാതെ ഇപ്പം നേരത്തെ അതിൻ്റെ വീക്ഷണ വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ വൈകിയാൽ അതിന് ഒരു കഫാറത്തായിക്കൊണ്ട് കുറച്ച് കൂടുതൽ വേറെ പിന്നെയും കൊടുക്കണം എന്നുള്ള ഒരഭിപ്രായം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി ഫിദിയയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ശേഷി അത് കൊടുക്കാനും സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലോ എന്ന് ചോദിക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. നോമ്പെടുക്കാൻ കഴിയില്ല, പിന്നെ ഇതിനുള്ള ഫിദിയ കൊടുക്കാനുള്ള കഴിവുമില്ല, സാമ്പത്തികമായിട്ട് തട്ടിമുട്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അപ്പം എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയില്ലേ? റഹ്മാനായ റബ്ബല്ലേ ഇതിൻ്റെയൊക്കെ കണക്ക് നോക്കുന്നവനും വിചാരണക്കെടുക്കുന്നവനും പ്രതിഫലം തരേണ്ടവനും. ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അള്ളാഹു പറഞ്ഞ ഈ അഗതിക്കുള്ള ആഹാരം നൽകുവാനുള്ള വക ഒരാൾക്കില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പൊതു തത്വങ്ങളിൽപ്പെട്ടതാണല്ലോ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്ത ഒരു നിർബന്ധം അള്ളാഹു ചെലുത്തുന്നില്ല. ഒരാളുടെ കഴിവിൻ്റെ അപ്പുറം അള്ളാഹു തആല ഒരാളോട് കൽപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലേ, ഫിദിയ കൊടുക്കാനും അയാൾക്ക് കഴിയില്ല, നോമ്പെടുക്കാനും കഴിയില്ല, എന്നാൽ അതിന് പകരമുള്ള ഫിദിയ കൊടുക്കാനും കഴിയില്ല. എന്താ അയാൾ ചെയ്യേണ്ടത്? അയാൾ കൊടുക്കണ്ട. വേറെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരവരുടേതായ ജീവിതങ്ങളിൽ ആവശ്യമായ വിഭവങ്ങളൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു സംശയം ആ വിഷയത്തിൽ ഉണ്ടാകാറുള്ളത്, ഇത് കുടുംബത്തിൽ ഫക്കീറായ ആളുകളുണ്ട്, കുടുംബത്തിൽ മിസ്കീന്മാരായ ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മളെ നോമ്പിൻ്റെ പകരമായിട്ടുള്ള ഫിദിയയുടെ ആഹാരം അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ആ വിഷയത്തിലും പണ്ഡിതന്മാർ പറഞ്ഞത് ഫലാ ഹറജ അലൈക മിൻ ദഫ്ഇൽ കഫാറ ഇലാ ഖാലിക ഔ ഖാലതിക. അതായത് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടതാണ് ഷെയ്ഖ് ഇബ്ൻ ബാസ് റഹിമഹുല്ലയോട്. ഒരു ചോദ്യം ചോദിക്കപ്പെട്ടതാണ്, എന്ത് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ മാതൃ സഹോദരി അല്ലെങ്കിൽ പിതൃ സഹോദരൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർ വളരെ ദരിദ്രരാണ്, അവർ അഗതികളാണ്, അങ്ങനെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്കങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുമോ? അതിന് നൽകപ്പെട്ട മറുപടിയിലാണ് നമ്മൾ ഈ കേട്ടത്. എന്ത്? മാദാമു മുഹ്താജീന, കുടുംബക്കാരായതുകൊണ്ട് കൊടുക്കാതെ പാടില്ല എന്നൊന്നുമില്ല, അവരാവശ്യക്കാരാണ്. ഖുർആൻ പറഞ്ഞത് എന്താ? ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്നാണ്. ആ മിസ്കീൻ കാറ്റഗറിയിൽ അതിൽ അവർ പെടുമോ എങ്കിൽ
അതവർക്ക് കൊടുക്കാമെന്ന് മാത്രമല്ല, ബൽ ദാലിക അഫ്ളൽ മിൻ ദഫ്ഇഹാ ഇലാ ശഖ്സിൻ ലൈസ മിൻ അഖാരിബിക, നിന്റെ കുടുംബത്തിൽ പെട്ടതല്ലാത്ത പുറത്തുള്ള മിസ്കീനിന് നൽകുന്നതിനേക്കാൾ ഒരു വേള നിന്റെ കുടുംബത്തിലെ മിസ്കീനിന് നൽകുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരം. കാരണം അപ്പം അതിൻ്റെ കുടുംബബന്ധം ചേർക്കലും ആയി, അതോടൊപ്പം ആ മിസ്കീനിന് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടലുമായല്ലോ എന്നുള്ളതാണ്. അപ്പം അതാണ് സഹോദരങ്ങളെ, ഏതാണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പല ഘട്ടങ്ങളിലായി ലഭിക്കാറുള്ള ചോദ്യങ്ങളെല്ലാം കൂടി, സംശയങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുള്ള ഒരു വിവരണമാണ് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മളിൽ നിന്നൊക്കെ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സദഖകളും നമ്മുടെ ഫിദിയകളും അതേപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിപൂർണമായ നിലക്ക് ന്യൂനതകളെല്ലാം പൊറുത്ത നിലയിൽ, പരിഹരിച്ച നിലയിൽ അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പാപമോചനം ലഭിക്കപ്പെട്ടവരിൽ, സ്വർഗലബ്ധി ലഭിക്കുന്നവരിൽ, നരകവിമോചനം നൽകപ്പെടുന്നവരിൽ എല്ലാം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.